പ്രധാന സേവകനെ വരവേൽക്കാനൊരുങ്ങി തലസ്ഥാനം. കെ സുരേന്ദ്രൻ നയിക്കുന്ന ഇന്ത്യയെ പദയാത്രയുടെ സമാപന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. നാളെ രാവിലെ 11:30 സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് പരിപാടി. 1,00,000-ഓളം പേർ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കും. വരികളുമായി ചന്ദ്രശേഖർ ചേരുകയാണ്. ചന്തു, ഗുഡ് മോർണിംഗ്. നാളെയാണ് പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുക. രാവിലെ 11:30 സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് കേരള പദയാത്രയുടെ സമാപന സമ്മേളനം. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞോ? മറ്റു വിവരങ്ങൾ കൂടി. കെ പി, ഗുഡ് മോർണിംഗ്. നാളെയാണ് പ്രധാനമന്ത്രി തലസ്ഥാനത്ത് എത്തിച്ചേരുക. അതിനുവേണ്ട ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. BJP ജില്ലാ ഭാരവാഹികളും സംസ്ഥാന നേതൃത്വവും ഒക്കെ തന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നേരത്തെ തന്നെ നടത്തി കഴിഞ്ഞു. പ്രധാനമന്ത്രിയെ വരവേൽക്കുന്നതോടൊപ്പം പ്രധാനമന്ത്രി നേരത്തെ കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയും അതിൻ്റെ ഗുണഭോക്താക്കൾ ആയവരുടെയും ഒരു സംഗമ വേദി കൂടിയാകും പ്രധാനമായും നാളത്തെ പരിപാടി. സെൻട്രൽ സ്റ്റേഡിയത്തിൽ 11 മണിയോടുകൂടിയാണ് ഈ പരിപാടി പ്രധാനമായും നടക്കുക. അതിൽ കെ സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്രയുടെ സമാപന സമ്മേളനത്തിനപ്പുറത്തേക്ക് പ്രധാനമായും BJPയിൽ ആകൃഷ്ടരായ നിരവധി പേർ ഈ സമ്മേളനത്തിന് എത്തുന്നു എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. എന്തായാലും BJPയും തലസ്ഥാനത്തെ ജനതയും ഒക്കെ തന്നെ പ്രധാനമന്ത്രിയെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ്. ആദ്യം ISROയിൽ ഒരു ഔദ്യോഗിക പരിപാടി അദ്ദേഹത്തിനുണ്ട്. അതിനുശേഷമായിരിക്കും ഈ പദയാത്രയിൽ പങ്കെടുക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രധാനമന്ത്രിയെ കൂടാതെ ദേശീയ നിർവാഹക സമിതി അംഗങ്ങളായ കുമ്മനം രാജശേഖരൻ, PK കൃഷ്ണദാസ്, സംസ്ഥാന പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ ഉൾപ്പെടെയുള്ളവർ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പ്രധാനമന്ത്രി നാളെ രാവിലെയോടുകൂടി പ്രത്യേക വിമാനത്താവളത്തിൽ ഇവിടെ എത്തിച്ചേരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൻ്റെ ഔദ്യോഗിക പരിപാടികൾ സംബന്ധിച്ചും ക്രമവുമൊക്കെ ഇനി ഔദ്യോഗികമായി തന്നെ വരേണ്ടതുണ്ട്. എന്തായാലും പ്രധാനമന്ത്രിയെ വരവേൽക്കാൻ തലസ്ഥാന ജില്ല ഒരുങ്ങിക്കഴിഞ്ഞു. ചന്തു, ഒപ്പം തന്നെ ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വരവ് കേരളത്തിൽ വലിയ ആവേശമാണ് സൃഷ്ടിക്കുന്നത്. കാരണം കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 3-4 പ്രാവശ്യമാണ് അദ്ദേഹം കേരളത്തിലേക്ക് വന്നത്. അത് കേരളത്തിലെ BJP പ്രവർത്തകർക്ക് മാത്രമല്ല പൊതുസമൂഹത്തിനപ്പാടെ വലിയ രീതിയിലുള്ള ഒരു ആശ്വാസവും അല്ലെങ്കിൽ അഭിമാനവും സന്തോഷവും നൽകുന്നതാണ്. കാരണം പ്രധാനമന്ത്രിയുടെ ആ ഒരു കരുതൽ, കേരളത്തോടുള്ള ആ ഒരു ചേർത്ത് വെക്കൽ, പ്രധാനമന്ത്രി നിരന്തരം കേരളത്തിലേക്ക് എത്തുന്നു, പല പൊതുപരിപാടികളിലും പങ്കെടുക്കുന്നു, നിരവധി പദ്ധതികൾ നടപ്പിലാക്കുന്നു, പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ കേരള പദയാത്രയുടെ സമാപന സമ്മേളനത്തിൽ മോദി പങ്കെടുക്കാൻ എത്തുമ്പോൾ അത് ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കുപരി കേരളത്തിൻ്റെ പൊതുസമൂഹം അപ്പാടെ വലിയ സ്വീകാര്യതയോടെ നോക്കിക്കാണുന്ന ഒരു പൊതുപരിപാടി കൂടിയാണല്ലേ? തീർച്ചയായിട്ടും KP, അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം പ്രധാനമന്ത്രിയുടെ വരവ് കേവലം ഒരു രാഷ്ട്രീയ പരിപാടി മാത്രമല്ല. അദ്ദേഹം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്ന നിലയ്ക്ക് രാജ്യത്തിൻ്റെ വികസന പദ്ധതികൾ എത്തിയ സാഹചര്യത്തിൽ കൂടി പ്രധാനമന്ത്രിയെ വരവേൽക്കാൻ കൂടുതൽ ജനത ആവേശപൂർവ്വം കാത്തിരിക്കുന്നു എന്നതാണ് പ്രധാനമായും എടുത്തു പറയേണ്ടത്. നേരത്തെ തന്നെ ഈ പദയാത്രയിലടക്കം സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തുന്നത് സംബന്ധിച്ചൊക്കെ വളരെ വിപുലമായ പ്രചാരണം നടത്തിയിരുന്നു. അതിനു മുൻപ് ജനങ്ങളിലേക്ക് ഏതൊക്കെ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തണം, ഏതൊക്കെ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട് എന്നത് സംബന്ധിച്ച് വികസിത സങ്കല്പ യാത്രയൊക്കെ നടത്തി വലിയ വിജയമാക്കിയ അത്തരത്തിലുള്ള പ്രചാരണമൊക്കെ നടന്നിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ജനങ്ങളിലേക്ക് കേന്ദ്ര പദ്ധതികൾ നേരത്തെ സംസ്ഥാനത്ത് എത്താതിരുന്ന ഒരു സാഹചര്യമുണ്ട്. പല പദ്ധതികളും പേരുകൾ മാറ്റി സംസ്ഥാന സർക്കാർ അവതരിപ്പിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം വിപുലമായ പ്രചാരണം BJPയും കേന്ദ്ര നേതൃത്വവും ഒക്കെ ഇത്തരത്തിൽ നടത്തുന്നത് വഴി ജനങ്ങളിലേക്ക് കൂടുതൽ പദ്ധതികൾ എത്തുന്നതിന് സഹായിക്കുന്നത് ആയുഷ്മാൻ ഭാരത് പദ്ധതിയായിരുന്നാലും അങ്ങനെ പല പദ്ധതികൾ, PM കിസാൻ പദ്ധതിയായിരുന്നാലും അത്തരത്തിൽ നിരവധി പദ്ധതികൾ ജനങ്ങൾക്ക് നേരിട്ട് ജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കുന്ന പദ്ധതി, ജനങ്ങൾക്ക് നേരിട്ട് ഗുണം അനുഭവിക്കാൻ പറ്റുന്ന പദ്ധതികളൊക്കെ ജനങ്ങളിലേക്ക് എത്തുന്നത് സംബന്ധിച്ച് നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള പ്രചാരണങ്ങളൊക്കെ നടന്നിരുന്നു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും പുതിയ പദ്ധതികളുടെ പ്രഖ്യാപനമോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത സ്വാഭാവികമായും ജനങ്ങൾ നോക്കിക്കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ വളരെ ആവേശപൂർവ്വം, വളരെ സന്തോഷപൂർവ്വം തന്നെയാണ് പ്രധാനമന്ത്രിയെ വരവേൽക്കുന്നത്. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊക്കെ രാഷ്ട്രീയപരമായി പല പ്രചാരണ പരിപാടികളും സംഘടിപ്പിക്കുന്നു. അപ്പോഴും പ്രധാനമന്ത്രിയുടെ വരവിനെ ഒരു കേവലം അതൊരു രാഷ്ട്രീയ
പരിപാടി എന്നതിനേക്കപ്പുറം പ്രധാനമായും രാജ്യത്തിന്റെ വികസനത്തിന് ഉതകുന്ന തരത്തിൽ, ജനങ്ങളുടെ ക്ഷേമത്തിന് ഉതകുന്ന തരത്തിലേക്കുള്ള പുതിയ പദ്ധതികളുടെ അത്തരത്തിലൊരു വീക്ഷണമാണ് പ്രധാനമായും ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എന്തായാലും നാളെ 11 മണിയോടുകൂടി പ്രധാനമന്ത്രി സെൻട്രൽ സ്റ്റേഡിയത്തിൽ ആ പരിപാടിയിൽ പങ്കെടുക്കും. അതിന് തൊട്ടു മുൻപ് ISROയിലെ ഔദ്യോഗികമായ പരിപാടിയിലും പങ്കെടുക്കുമെന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. വരും മണിക്കൂറുകളിൽ കൃത്യമായ ആ ഒരു പ്രധാനമന്ത്രി എത്തുന്ന സമയം മുതൽ അദ്ദേഹത്തിന്റെ പരിപാടികൾ എന്തൊക്കെയാണെന്നും അദ്ദേഹം മടങ്ങിപ്പോകുന്നത് സംബന്ധിച്ചുമുള്ള കൃത്യമായ വിവരം നമുക്ക് അറിയിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, ഏതായാലും പ്രധാന സേവകനെ വരവേൽക്കാൻ എല്ലാ അർത്ഥത്തിലും തലസ്ഥാന നഗരി ഒരുങ്ങിക്കഴിഞ്ഞു. കെ സുരേന്ദ്രൻ നയിക്കുന്ന ഇന്ത്യ പദയാത്രയുടെ സമാപന സമ്മേളനത്തിലാണ് പ്രധാനമന്ത്രി നാളെ രാവിലെ പങ്കെടുക്കുക. തിരുവനന്തപുരത്തെ സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് സമാപന സമ്മേളനം. ചന്ദ്രശേഖരാണ് വിശദാംശങ്ങൾ നൽകിയത്.